അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 91-ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ അപവാദം, ഇഫ്കുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി അതിൽ അവശേഷിക്കുന്നത് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം, സൂറത്തു നൂർ. അപ്പോൾ ആ ഒരു അധ്യായം നമ്മൾ കഴിഞ്ഞ 2 ഭാഗങ്ങളിലൂടെ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കാണാനുള്ള ശ്രമമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ സൂറത്ത് നൂർ ഒരല്പം ദൈർഘ്യമുള്ള 64ഓളം ആയത്തുകളുള്ള വലിയൊരു അധ്യായമാണ്. അപ്പോൾ 64 ആയത്തുകളുള്ള ആ സൂറത്തിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ 9 സെക്ഷനുകളാക്കി, 9 ഭാഗങ്ങളാക്കി നമ്മൾ വിഭജിക്കാൻ പോവുകയാണ്. അതായത് 9 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ആ ഒരു സൂറത്ത് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ, ഒന്നാമത്തെ ഭാഗം 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ ആ ഒന്നാമത്തെ സെക്ഷൻ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അസ്സിന, വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൽ അതിനെ നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാം, ABC. അതിൽ ഒന്നാമതായിട്ട് കടന്നു വരുന്നത് ഹദ്ദുസ്സിന, വ്യഭിചാരം ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയാണ്, 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ. രണ്ടാമതായിട്ട് ഹദ്ദുൽ ഖദഫ്, അതായത് വ്യഭിചാര ആരോപണം പറഞ്ഞ ആളുകൾക്കുള്ള ശിക്ഷ, അതാണ് 4ഉം 5ഉം ആയത്തുകൾ. അതിനുശേഷം അവസാനമായിട്ട് ഹദ്ദുൽ ലിആൻ, വ്യഭിചാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാപപ്രാർത്ഥന, അതാണ് 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് 11 മുതൽ 26 വരെയുള്ള ആയത്തുകൾ, അതാണ് രണ്ടാമത്തെ സെക്ഷനിൽ കടന്നു വരുന്നത്. അത് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുള്ള ഇഫ്ക്, അത് ആ ഒരു അപവാദ സംഭവമാണ് രണ്ടാമത്തെ സെക്ഷനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നത്. ആദ്യം വ്യഭിചാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യഭിചാര ആരോപണത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം രണ്ടാമത്തെ സെക്ഷനിൽ അതിനുള്ള ഉദാഹരണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് ആ ഇഫ്ക് സംഭവം പറയുന്നു. അതിനുശേഷം മൂന്നാമത്തെ സെക്ഷൻ, മൂന്നാമത്തെ ഭാഗത്ത് ഇതെല്ലാം തടയാനുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഓർഡറാണ്. അത് 27 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ്. ആ ഭാഗത്ത് അള്ളാഹു ഏറ്റവും ചെറുതിൽ നിന്ന് ആരംഭിച്ച്, അതായത് അന്യ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ, അതേപോലെ തന്നെ നിങ്ങൾ കണ്ണ് താഴ്ത്തുന്നതിനെ സംബന്ധിച്ച് മാന്യമായിട്ടുള്ള വസ്ത്രധാരണം, അതേപോലെ തന്നെ യുവാക്കളായിട്ടുള്ള ആളുകൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം അത് തടയാനുള്ള മാർഗനിർദ്ദേശങ്ങളായിട്ട് ആ ഭാഗത്ത് 27 മുതൽ 34 വരെയുള്ള ആയത്തുകളിൽ ആ ഒരു വിഷയമാണ് അള്ളാഹു പ്രതിപാദിക്കുന്നത്. അതാണ് മൂന്നാമത്തെ സെക്ഷൻ. ഇനി അതിനുശേഷം നാലാമത്തെ സെക്ഷൻ, നാലാമത്തെ ആ ഒരു ഭാഗം, ഏകദേശം ആ സൂറത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കടന്നു വരുന്ന ആ ഭാഗം 35 മുതൽ 40 വരെയുള്ള ആയത്തുകൾ. അവിടെ അള്ളാഹു പ്രതിപാദിക്കുന്നത് ഏറ്റവും വലിയ ഇരുട്ടിനെ സംബന്ധിച്ചും വെളിച്ചത്തെ സംബന്ധിച്ച്, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഉപമകളാണ് ആ ഒരു ഭാഗത്ത് കടന്നു വരുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള ആ ഒരു ആയത്ത്, അള്ളാഹു നൂറ് സമാവാത്തി വല്ലർ, ആ ഒരു ആയത്തുകാരനാണ് ഈ ഒരു അധ്യായത്തിന് സൂറത്ത് നൂർ എന്ന് പേര് വരാനുള്ള കാരണം. അതേപോലെ തന്നെ ആഴക്കടലിലുള്ള ഇരുട്ടിനെ സംബന്ധിച്ച് വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു ആ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ചിന്തിച്ചു നോക്കുക. അതായത് ഈ സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം നിയമങ്ങളാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതായിട്ടുള്ള നിയമവശങ്ങളെ സംബന്ധിച്ചാണ് സൂറത്ത് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അതിൻ്റെ മധ്യഭാഗത്ത് അള്ളാഹു ഏറ്റവും വലിയ പ്രകാശത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷം മുഫസ്സിറുകളും ആ ഒരു ഉപമയെ അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അത് അവിടെ അള്ളാഹു സംസാരിക്കുന്നത് വിശ്വാസികളുടെ ഹൃദയത്തെ സംബന്ധിച്ചും ആ ഹൃദയത്തിലുള്ള ഈമാനെ സംബന്ധിച്ചാണ് ആ ഒരു ഉപമയിലൂടെ സംസാരിക്കുന്നതെന്നാണ്, ആ രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ ഹൃദയത്തിൽ ഈമാനുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈമാൻ്റെ വെളിച്ചമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു നൽകുന്ന ഈ നിയമങ്ങളെല്ലാം അവർ അതേ രൂപത്തിൽ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അതിനവർ വില കൽപ്പിക്കും. അതേസമയം ആ ഹൃദയത്തിൽ ഈമാൻ്റെ പ്രകാശമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നൽകുന്ന ഈ നിയമങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം കേവലം പരിഹാസ വിഷയങ്ങൾ മാത്രമാണ്, അവരതിനെ പരിഹസിക്കും എന്നുള്ളതാണ്. അപ്പം മധ്യഭാഗത്തായിട്ട് അള്ളാഹു ഏറ്റവും വലിയ പ്രകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ്. അതാണ് നാലാമത്തെ സെക്ഷൻ. ശേഷം അഞ്ചാമത്തെ സെക്ഷൻ, അഞ്ചാമത്തെ ഭാഗത്ത് 41 മുതൽ 46 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു മനോഹരമായിട്ട് അവൻ്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച്, ആ ഭൂമിയിലുള്ള ജന്തുജാലങ്ങളുടെ ആ വൈവിധ്യത്തെ സംബന്ധിച്ചും അവൻ്റെ നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 45-ാമത്തെ ആയത്തിലെല്ലാം
ആ ഭൂമിയിലുടനീളമുള്ള ആ ജീവജാലങ്ങളുടെ മൊത്തത്തിൽ അള്ളാഹു ആ ഒരു ആയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷികളെ സംബന്ധിച്ചും മഴ എന്നുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ചെല്ലാം ആ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. 45, 41 മുതൽ 46 വരെയുള്ള ആയത്തുകൾ, അതാണ് 5-ാമത്തെ സെക്ഷൻ. ഇനി 6-ാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് 47 മുതൽ 54 വരെയുള്ള ആയത്തുകൾ, അവിടെ അള്ളാഹു സംസാരിക്കുന്നത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ്. കാരണം അവർക്കിതിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. അവരാണ് ഈ ഒരു അപവാദ വാർത്ത പ്രചരിപ്പിച്ചതും അത് നിർമ്മിച്ചതെല്ലാം അവരാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഭാഗത്തുടനീളം സംസാരിക്കുന്നത്. അതാണ് 6-ാമത്തെ ഭാഗം. ആ നിഫാഖുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിനെ തുടർന്ന് 7-ാമത്തെ ഭാഗത്ത് 55 മുതൽ 57 വരെയുള്ള ആയത്തുകളിൽ അവിടെ അള്ളാഹു മുനാഫിക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ റസൂലിനെ അനുസരിക്കുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ആ ഒരു ഭാഗത്ത്, അതായത് 7-ാമത്തെ ആ ഒരു ഭാഗത്ത് അള്ളാഹു സംസാരിക്കുന്നത്. ഇനി അതിനുശേഷം 8-ാമത്തെ സെക്ഷൻ 8-ാമത്തെ ഭാഗത്ത് 58 മുതൽ 61 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ വീടിനകത്ത് അവർ പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും 3-ാമത്തെ സെക്ഷനിൽ അന്യ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അനുവാദം ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അവിടെ പറഞ്ഞിരുന്നു. ഇപ്പം അത് ഔട്ട്ഡോർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇവിടെ അള്ളാഹു ഇൻഡോർ ആയിട്ട് ബന്ധപ്പെട്ട, അതായത് സ്വന്തം വീട്ടിൽ കുട്ടികളടക്കം അവർ പാലിക്കേണ്ട മര്യാദകൾ, അതേപോലെ സ്വന്തം വീട്ടിൽ മാത്രമല്ല ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അനുവാദം ചോദിക്കുന്നത്, അതേപോലെ തന്നെ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തെല്ലാം പാലിക്കേണ്ട നിയമങ്ങൾ, അതാണ് 8-ാമത്തെ ഒരു ഭാഗത്ത് 58 മുതൽ 61 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ഇനി ഈ സൂറത്തിൻ്റെ അവസാനത്തെ സെക്ഷൻ 9-ാമത്തെ ആ ഒരു ഭാഗത്ത് 62 മുതൽ 64 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു അവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ് അവസാനമായിട്ട് ആ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ 64 ആയത്തുള്ള ആ സൂറത്തിനെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അതിൽ പറയുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രൂപത്തിൽ 9 ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാവുന്നതാണ്. സീരിയസ് ആയിട്ട് ഈ സീറ ശ്രവിക്കുന്ന ആളുകൾ ഇത് പ്രത്യേകമായിട്ട് കുറിച്ച് വെക്കുക, പരിശുദ്ധ ഖുർആൻ എടുത്ത് അത് പരിശോധിക്കുകയും ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടെ ആ സൂറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സൂറത്തിൻ്റെ ആരംഭം വളരെ ശ്രദ്ധേയമാണ്. സൂറത്തുൻ അൻസൽനാഹ വ ഫറദനാഹ വ അൻസൽനാ ഫീഹ ആയാത്തിൻ ബയ്യനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഇറക്കുകയും നിയമമാക്കുകയെല്ലാം ചെയ്ത ഒരു അധ്യായമാണിത്. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു സൂറത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, പരിശുദ്ധ ഖുർആനിലുള്ള മറ്റുള്ള എല്ലാ അധ്യായങ്ങളും ഇതേ രൂപത്തിൽ അവതരിപ്പിച്ചതല്ലേ? എല്ലാ അധ്യായത്തിലും ഇതേ രൂപത്തിലുള്ള മാർഗദർശനങ്ങളും ഉണ്ട്. പിന്നെ എന്നിരിക്കെ ഈ ഒരു സൂറത്ത് മാത്രം ഈ രൂപത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിലുള്ള ചില യുക്തി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതര സൂറത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങളാണ് ഈ ഒരു സൂറത്ത് കൈകാര്യം ചെയ്യുന്നത്. ഭദ്രമായിട്ടുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി നിയമങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ വ്യഭിചാരം അധികരിച്ചു കഴിഞ്ഞാൽ ആ സാമൂഹിക തലത്തിലുണ്ടാകാൻ പോകുന്ന നിരവധി പ്രത്യാഘാതങ്ങളുണ്ട്. അതേപോലെ തന്നെ അത് മാത്രമല്ല, ആചാര മര്യാദകളെ സംബന്ധിച്ച്, ശിക്ഷാവിധികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കടമകൾ, സാമൂഹികമായിട്ടുള്ള ബാധ്യതകൾ, അതിനു പുറമെ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ വിളിച്ചോതുന്ന നിരവധി പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചെല്ലാം അള്ളാഹു ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതേപോലെ ഇസ്ലാമിനകത്തും പുറത്തുള്ള വിമർശകരായിട്ടുള്ള ആളുകൾ അവർ പലപ്പോഴും കാര്യമായിട്ട് ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, ഇപ്പോൾ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ ശിക്ഷാ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൂറത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സൂറത്തിനെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഈ സൂറത്തിൻ്റെ മുഴുനീള തഫ്സീർ അല്ല ഉദ്ദേശിക്കുന്നത്, അതിന് മണിക്കൂറുകളുടെ വിശദീകരണം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വിഷയം ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ, അതിലേക്കാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യത്തെ 1-ാമത്തെ ഭാഗം 1 മുതൽ 10 വരെയുള്ള ആയത്തിൽ വ്യഭിചാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യഭിചാര ആരോപണത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഇപ്പോൾ വ്യഭിചാരം എന്നുള്ളത് അസിന, അത് ഇസ്ലാമിലെ ഏറ്റവും വലിയ 3-ാമത്തെ തിന്മ, മഹാപാപങ്ങളിൽ 3-ാമത്തേതാണ്. ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക്. 2-ാമതായിട്ട് ഖത്ൽ, ഒരാളെ അന്യായമായിട്ട് വധിക്കുക. 3-ാമതായിട്ട് കടന്നു വരുന്നത് വ്യഭിചാരമാണ്. അത് അതേ സീക്വൻസിൽ അതേ ഓർഡറിൽ തന്നെ ഖുർആനിൽ പരാമർശിച്ചതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ്റെ 68-ാമത്തെ വചനത്തിൽ ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ
വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ആദ്യം ശിർക്കിനെ സംബന്ധിച്ച്, രണ്ടാമതായിട്ട് ഖത്ല്, ആ വധത്തെ സംബന്ധിച്ച്, മൂന്നാമതായിട്ട് വ്യഭിചാരത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതേ സീക്വൻസിൽ തന്നെ വീണ്ടും പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 31-32 ആയത്തുകളിൽ വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും, നിങ്ങൾ ദാരിദ്ര്യ ഭയത്താൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്, കാരണം അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് ഞാനാണ്. അത്തരത്തിലുള്ള പ്രവൃത്തി അത് ഭീമമായിട്ടുള്ള അപരാധമാണെന്ന് അള്ളാഹു അവിടെ താക്കീത് ചെയ്യുന്നുണ്ട് കൊലയെ സംബന്ധിച്ച്. അടുത്ത ആയത്തിൽ 32-ാമത്തെ ആയത്തിൽ വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, കാരണം അത് അങ്ങേയറ്റം നീചവൃത്തിയും അങ്ങേയറ്റം ദുഷിച്ചൊരു പാതയുമാണെന്ന് അള്ളാഹു അവിടെയും താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രയോഗം നോക്കുക, നിങ്ങൾ വ്യഭിചരിക്കരുത്. വലാ തസ്നു എന്ന ഖുർആൻ അവിടെയില്ല, മറിച്ച് വലാ തഖറബു സിന, നിങ്ങൾ ആ വ്യഭിചാരത്തിൻ്റെ ആ പരിസരത്തേക്ക്, അതിൻ്റെ 4 അയലത്തേക്ക് നിങ്ങൾ അടുക്കരുത് എന്നുള്ളതാണ്. കാരണം സബീല, അതൊരു ഇരുണ്ട പാതയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലെത്താതെ ഒരു യൂ ടേൺ എടുത്ത് പിന്മാറുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അപ്പോൾ ആദ്യം ആ പാതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ പിറകിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഒഴുക്ക് വളരെ ശാന്തമായിരിക്കും. പിന്നീട് ക്രമേണ അതിൻ്റെ വേഗത കൂടി ഒരു പ്രത്യേക പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടും. അതായത് ആ വെള്ളം നമ്മളെ അതിലേക്ക് പിടിച്ചിടുന്നത് പോലെ ആദ്യം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ ദൗർഭാഗ്യവശാൽ വ്യഭിചാരത്തിൽ വീണ പല ആളുകളും പിന്നീട് കുമ്പസരിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും അത് ചെയ്യണമെന്ന് കരുതിയതല്ല, അതല്ലെങ്കിൽ എങ്ങനെ അത് സംഭവിച്ചു പോയെന്ന് എനിക്കറിയില്ല, ഒരിക്കലും ഞാനത് കരുതിയിരുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ പിശാച് വളരെ സമർത്ഥമായിട്ടാണ് ആ ഒരു ന്യൂക്ലിയസിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ഒരു ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഇതേ സൂറത്ത് നൂറിൻ്റെ 21-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാത്ത് ശൈത്വാൻ, നിങ്ങൾ പിശാചിൻ്റെ കാലടിപ്പാതകളെ നിങ്ങൾ പിൻപറ്റരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങളത് പിൻപറ്റുകയാണെങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, പിശാച് ഇതേ രൂപത്തിലുള്ള നീചവൃത്തി അല്ലെങ്കിൽ ദുർവൃത്തികളായിരിക്കും നിങ്ങൾക്ക് മന്ത്രിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരല്പമെങ്കിലും നന്മയുള്ളൊരു മനുഷ്യനെ ഒറ്റയടിക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി ഇടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അപ്പോൾ വളരെ സമർത്ഥമായിട്ട് സമയമെടുത്ത് വളരെ ക്ഷമയോടുകൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പിശാച് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അയാളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകളിൽ കടന്നു വരുന്ന ബർസീസ എന്നുള്ള പുരോഹിതൻ്റെ ഒരു സംഭവം, അത് ഹദീസല്ല മറിച്ച് നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ബർസീസ എന്നുള്ള പുരോഹിതൻ, അദ്ദേഹം ഒരു മഠത്തിൽ സദാസമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന വളരെ ആബിദായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെയുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചു. ആ സമയത്താണ് ആ നാട്ടിലുള്ള 3 സഹോദരങ്ങൾ അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഈ 3 ആളുകൾക്കായിട്ട് ഒരു സഹോദരി, ഒരു പെങ്ങളുണ്ടായിരുന്നു. സുന്ദരിയായിട്ടുള്ള ആ പെങ്ങളെ ആരെ ഏൽപ്പിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിച്ച സമയത്ത് അവരുടെ മനസ്സിലേക്ക് ഓപ്ഷനായിട്ട് വരുന്നത് ഈ ബർസീസയാണ്. കാരണം അയാളേക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മറ്റൊരാൾ ആ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് തങ്ങളുടെ പെങ്ങളെ സംരക്ഷണ ചുമതല അയാളെ ഏൽപ്പിച്ചു പോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ആവശ്യമായിട്ട് അവർ ആ ബർസീസ എന്നുള്ള പുരോഹിതനെ സമീപിക്കുകയാണ്. അപ്പോൾ അയാൾ കേട്ട ഉടനെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഒരിക്കലുമില്ല, ഞാനിത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. അങ്ങനെ അവർ പോയ ഉടനെ പിശാച് ആദ്യത്തെ സ്റ്റെപ്പ്, പിശാച് വന്നിട്ട് അയാളുടെ മനസ്സിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? കാരണം അവർ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ല പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവളെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും ഏറ്റെടുത്ത് ആ കുട്ടിക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നീ അള്ളാഹിനോട് നാളെ മറുപടി പറയേണ്ടി വരും. ആ രൂപത്തിലുള്ള മന്ത്രങ്ങൾ നിരന്തരം പിശാച് ആ വസ്വാസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലാണ് പിശാച് പലപ്പോഴും. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ചോദിക്കും, നമ്മൾ ലിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പിറകിൽ കയറിയിരിക്കും, പിന്നീട് ക്രമേണ മുന്നിലേക്ക് വരും, അവസാനം ആ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആ രൂപത്തിലാണ് പിശാചിൻ്റെ ആ സ്റ്റെപ്പുകൾ കടന്നു വരിക. അപ്പോൾ ആദ്യം ഈ രൂപത്തിൽ പിശാച് സമീപിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ അതിന് വഴിപ്പെട്ട് ആ സഹോദരങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹ്ക്കും വേണ്ടി ഞാൻ അവളെ നോക്കാം, എൻ്റെ കൂടെയല്ല, എൻ്റെ മഠത്തിൻ്റെ പിറകിലുള്ള വീട്ടിൽ അവൾക്ക് താമസിക്കാം. ആ രൂപത്തിൽ അയാൾ മറുപടി പറയുകയാണ്. അപ്പോൾ ആ സഹോദരങ്ങൾ അത്യധികം സന്തോഷത്തോടു കൂടി അവർ യാത്രയാവുകയാണ്. അങ്ങനെ പല സമയത്തും ആ പുരോഹിതൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അയാളുടെ വീടിൻ്റെ മുൻഭാഗത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനെ അവളെ വിളിക്കും, അവൾ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പിശാച് വീണ്ടും അയാളെ സമീപിച്ചുകൊണ്ട് മനസ്സിൽ മന്ത്രിച്ചു,
എത്ര ബുദ്ധിമുട്ടുണ്ട്, അത്രയും ദൂരം അവൾ നടന്നു വരേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കിയ ഭക്ഷണം അവളുടെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഒരു മന്ത്രങ്ങൾ നൽകുകയാണ്. അങ്ങനെ അയാൾക്കത് ശരിയാണെന്ന് തോന്നുകയാണ്. പിന്നീട് അയാൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അവളുടെ വീടിൻ്റെ മുൻഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ ആ രൂപത്തിൽ ഒരല്പ ദിവസങ്ങൾ കടന്നു പോവാണ്. ആ സമയത്തെല്ലാം അയാൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ വെച്ച് അയാൾ തിരിച്ചു വരും. അങ്ങനെ പിശാച് വീണ്ടും അയാളെ സമീപിച്ച് മന്ത്രിക്കാൻ തുടങ്ങി. നിങ്ങൾ ഏതായാലും അവിടെ വരെ പോകുന്നില്ലേ, എന്തിനാണ് അവിടെ വെച്ച് പോരുന്നത്? നിങ്ങൾക്ക് ആ വീടിനകത്തേക്ക് കയറി അവളെ നേരിട്ട് ഏൽപ്പിച്ചുകൂടെ? അതല്ല അതിൻ്റെ ഒരു മാന്യത. അയാൾ ആ മന്ത്രങ്ങൾക്ക് അടിമപ്പെട്ട് പിന്നീട് അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു അല്പ ദിവസം കഴിയുന്നു, വീണ്ടും പിശാച് സമീപിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ അതുവരെ പോയി ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു വരികയാണോ? അവൾ ഏതായാലും അവിടെ ഒറ്റയ്ക്കല്ലേ, ഒരല്പനേരം അവളോട് സംസാരിച്ചു എന്ന് കരുതി എന്താണ് തെറ്റ്? ആ രൂപത്തിലുള്ള മന്ത്രങ്ങൾ. അങ്ങനെ അയാൾ വീണ്ടും പോയതിന് ശേഷം ഒരല്പം അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ക്രമേണ ആ സംസാരത്തിൻ്റെ അളവ് കൂടിക്കൂടി അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ കഴിയാത്ത വിധം ആ ബന്ധം അത്ര ഗാഢമായിട്ട് മാറുകയാണ്. പിന്നീട് ഒരല്പ ദിവസം കഴിയുമ്പോൾ അയാൾ സംസാരത്തിൽ മാത്രം തൃപ്തനാകുന്നില്ല, അവളെ സ്പർശിക്കാനുള്ള അതിയായ മോഹം അയാളുടെ ഉള്ളിലുദിക്കുകയാണ്, അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ നൽകുകയാണ്. അങ്ങനെ അയാൾ അവളെ സ്പർശിക്കുന്ന ആ സ്പർശനങ്ങൾ പിന്നീട് സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ക്ലൈമാക്സ് അത് ആ ബന്ധം സിനയിൽ അവസാനിക്കുകയാണ്. അതോടുകൂടെ അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. അങ്ങനെ ആ കുട്ടി ജനിച്ച ഉടനെ പിശാച് അയാളുടെ മനസ്സിൽ മന്ത്രിക്കുകയാണ്, ഈ കുട്ടി ജീവിച്ചിരുന്നാൽ അപകടമാണ്. കാരണം നിങ്ങൾ ചെയ്തതിനെല്ലാം ആ കുട്ടി തെളിവാണ്. ആ സഹോദരങ്ങൾ ഒരല്പസമയം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ ഈ കുട്ടിയെ ഇല്ലാതാക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള മന്ത്രങ്ങളാണ്. അങ്ങനെ അതിന് വഴിപ്പെട്ട് അവസാനം അയാൾ ആ കുട്ടിയെ വധിക്കുകയാണ്. കുട്ടിയെ വധിച്ചതിന് ശേഷം അടുത്ത മന്ത്രം, അതായത് ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ള അവളെങ്ങാനും ആ ഒരു സംഭവം അവരോട് പറയുകയാണെങ്കിൽ അത് നാട് മുഴുവൻ അറിയും. അപ്പോൾ അവൾ ജീവിച്ചിരിക്കുന്നതും അപകടമാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അവസാനം അവളെയും വധിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ആദ്യം സിന, അതിനുശേഷം ആ ഖത്ൽ, രണ്ടാളുകളെയും ഡബിൾ മർഡർ, രണ്ടാളുകളെയും അയാൾ വധിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരല്പ ദിവസം പിന്നിട്ടതിന് ശേഷം ആ പോയ സഹോദരങ്ങൾ അവർ ആ ദൗത്യമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന ഉടനെ അയാൾ വിഷമെല്ലാം അഭിനയിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിങ്ങളുടെ പെങ്ങൾ അള്ളാഹു അവരെ തിരിച്ചു വിളിച്ചു, നിങ്ങൾ പോയ ആ സമയത്ത് അവർ രോഗബാധിതയായി, ഞാൻ പല രൂപത്തിലും അവർക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി, പക്ഷേ ദൗർഭാഗ്യവശാൽ അവരെ അള്ളാഹു തിരിച്ചു വിളിച്ചു. അതിനുശേഷം അയാൾ വ്യാജമായിട്ട് അവിടെ ഉണ്ടാക്കിയ ഖബറെല്ലാം അവർക്ക് അത് തെളിവായിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ സഹോദരങ്ങൾ അവർക്ക് യാതൊരു സംശയമില്ല, കാരണം അത്രയും നല്ല മനുഷ്യനാണ് അയാൾ ഒരിക്കലും കളവ് പറയുന്ന ആളല്ല. അപ്പോൾ അവർ അയാളെ വിശ്വസിച്ച് ആ ഖബറിനടുത്ത് പോയി അവർ സങ്കടത്തോടു കൂടെ ആ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ അവർ മടങ്ങിപ്പോകുന്നു. അന്നത്തെ ദിവസം വിചിത്രമായിട്ടുള്ളൊരു സ്വപ്നം, രണ്ട് സഹോദരങ്ങളും ഒരേ രൂപത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ആ മരണപ്പെട്ട പെങ്ങൾ വന്ന് ഉണ്ടായ സംഭവങ്ങളും അതേപോലെ അവരെ കുഴിച്ചിട്ട ആ സ്ഥലം അതെല്ലാം ആ പെങ്ങൾ സ്വപ്നത്തിൽ വന്ന് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ ഞെട്ടി ഉണർന്നു. രണ്ടാളും പരസ്പരം ആ സ്വപ്നം പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ ആ കണ്ട ലൊക്കേഷനിൽ പോയിട്ട് അവിടെ കുഴിച്ചു നോക്കിയ സമയത്ത് അവിടെ അവരുടെ ആ ശരീരം അതേ രൂപത്തിൽ അവിടെ കാണാൻ സാധിച്ചു. ഉടനെ തന്നെ അവർ തിരിച്ചു വന്ന് അത്യധികം കോപത്തോടുകൂടെ ആ പുരോഹിതനെ പിടികൂടുന്നു. അയാളെ ചോദ്യം ചെയ്ത സമയത്ത് അയാൾ അവസാനം തുറന്നു പറയുകയാണ്. അങ്ങനെ അയാൾക്കെതിരെ ആ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വേണ്ടി അവിടെയുള്ള നിയമകൂടത്തെ അയാളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ പിടിയിലകപ്പെട്ട ആ പുരോഹിതൻ ബർസീസ, അയാൾ വളരെ വിഷമത്തോടുകൂടെ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് പിശാച് ഒരു മനുഷ്യരൂപത്തിൽ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നേരത്തെ ബദറിൻ്റെ സാഹചര്യത്തിലെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സമാനമായിട്ട് പിശാച് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളെക്കാൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബർസീസ പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ മുമ്പിൽ എനിക്കൊന്ന് നിങ്ങൾ സുജൂദ് ചെയ്യണം. അതായിരുന്നു പിശാച് മുന്നോട്ട് വെച്ച ആവശ്യം. അങ്ങനെ നിസ്സഹായനായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ബർസീസ അവസാനം രക്ഷപ്പെടാൻ വേണ്ടി അതിനും സന്നദ്ധാവാണ്. അയാൾ ആ പിശാചിന് മുമ്പിൽ സുജൂദ് നിർവഹിക്കുകയാണ്. അപ്പം അതോടുകൂടി അയാൾ ആ കുഫറിലേക്ക് അകപ്പെടുത്തിയതിന് ശേഷം പിശാച് ആ ലക്ഷ്യം സമ്പൂർണ്ണമായി നേടി ഉടനെ തന്നെ അപ്രത്യക്ഷനാവാണ്. പിന്നീട് ആ നിയമപാലകർ വന്ന് അയാൾക്ക് മീതെ ആ വധശിക്ഷ നടപ്പിലാക്കുകയാണ്. അപ്പോൾ അയാൾ ആ കുഫറിലായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു പദവിയിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിശാച് ആദ്യം അയാളെ കൊണ്ട് ആ ജിനയിലേക്ക് എത്തിക്കുന്നു, അതിനുശേഷം വധം, പിന്നീട് ആ കുഫറിലാക്കിക്കൊണ്ടാണ് അയാളെ തിരിച്ചയക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ്, അതായത് പിശാചിന് ആ റൂട്ട് കൃത്യമായിട്ട് അറിയാം. കാരണം ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയിൽ നിന്നും ഏറ്റവും അധപ്പതിച്ച ആ പദവിയിലേക്ക് പിശാച് വന്ന ചരിത്രമുണ്ട്. അപ്പോൾ അതേ രൂപത്തിലാണ്
മറ്റുള്ള ആളുകളുടെ മീതെയും സമാനമായിട്ടുള്ള ആ ഒരു ഇഞ്ചക്ഷനാണ് പിശാച് കുത്തിവെച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ആ ഒരു പാതയിലേക്ക് അകപ്പെടരുത്. അതാണ് അല്ലാഹു ലാ തത്തബിയ ഖുത്വാത്ത് ഷെയ്ത്താൻ, നിങ്ങൾ ആ പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുതെന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഉണർത്താനുള്ള കാരണം. ഇപ്പോൾ പിശാചിൻ്റെ ആ ഖുത്വാത്ത്, ആ കാൽപ്പാടുകൾ എല്ലാ ആളുകൾക്കും ഇതേ രൂപത്തിലാണെന്ന് ധരിക്കരുത്. പിശാച് ഓരോ ആളുകളെയും അവരുടെ ആ പേഴ്സണാലിറ്റി കൃത്യമായിട്ട് പഠിച്ചെടുത്തതിന് ശേഷം അവരുടെ ആ വീക്ക്നെസ്സുകളെല്ലാം മനസ്സിലാക്കി ഓരോ ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള ട്രാപ്പ്, ആ വസ്വാസുകളാണ് പിശാച് നൽകുന്നത്. ചില ആളുകൾ വർഷങ്ങൾ വളരെ ക്ഷമയോടുകൂടെ പഠിച്ചെടുത്ത് അയാളെ പിന്തുടർന്നാകും വഴി തെറ്റിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൻ്റെ 16-ാമത്തെ ആയത്തിൽ പിശാച് തന്നെ പറയുന്നുണ്ട്, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, ആ നേരിൻ്റെ പാതയിൽ ഞാൻ അവരെയും കാത്തവിടെ ഇരിക്കും എന്നുള്ളതാണ്. അതൊരുപക്ഷേ കാലങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമാകും. ഇമാം അഹ്മദ് റഹിമുല്ല അദ്ദേഹം മരണക്കിടക്കയിൽ മരണാസന്നനായ സമയത്ത് അവസാനമായിട്ട് അദ്ദേഹം ലാ ബഅദു ആ രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. ആയിട്ടില്ല ആ രൂപത്തിൽ അദ്ദേഹം പറയുകയാണ്. ഉടനെ തന്നെ സമീപത്തുണ്ടായിരുന്ന മകൻ അബ്ദുള്ള റഹിമുല്ല അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നില്ല. പിതാവ് എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ബോധം തിരിച്ചു കിട്ടിയ സമയത്ത് അദ്ദേഹം പിതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ പറഞ്ഞത്? അപ്പോൾ പിതാവ് ഇമാം അഹ്മദ് റഹിമുല്ല അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ കിടക്കുന്ന സമയത്ത് പിശാച് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫുത്തനിയ അഹ്മദ്, അതായത് നിങ്ങൾ എനിക്ക് പിടിതരാതെ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സമയത്ത് ഇമാം അഹ്മദ് പറയാണില്ല, ആയിട്ടില്ല. അതായത് അവസാനം ആ കണ്ണടക്കുന്നത് വരെ, മരണപ്പെടുന്നത് വരെ, അവസാന നിമിഷം വരെ പിശാച് ഒരാളെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ആ ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പം എല്ലാ ആളുകളെയും നേരത്തെ പറഞ്ഞ ബർച്ചീസയെ പോലെ പിശാചിന് വീഴ്ത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ചില ആളുകൾ അള്ളാഹനെ അങ്ങേയറ്റം ഭയന്ന് ജീവിക്കുന്ന ആളുകൾ, അവരെ വ്യഭിചാരത്തിലേക്കൊന്നും എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ അവരുടെ ആ നെയ്യത്തിന്, അവരുടെ ഉദ്ദേശശുദ്ധിയെ അലങ്കോലപ്പെടുത്താനാകും പിശാച് കഠിനമായിട്ട് ശ്രമിക്കുക. അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അവരിലേക്ക് അലസത, അതല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ മടിയെല്ലാം നൽകി. ഇപ്പോൾ ചില ആളുകൾ വളരെ നല്ല നെയ്യത്തോടു കൂടെ ആരംഭിച്ച ചില സംരംഭങ്ങൾ തുടക്കത്തിൽ ആ രൂപത്തിലാകും. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലെത്തുന്നത് വരെ ആ ശ്രമം തുടർന്ന് അവസാനത്തിലാകും അയാളുടെ നെയ്യത്തിനെ തെറ്റിക്കുക. കാരണം അള്ളാഹു ഒരു സൽക്കർമ്മം പരിഗണിക്കുന്നത് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അതിൻ്റെ ഒടുക്കം നോക്കിയിട്ടാണ്. ഒടുക്കത്തിലെത്തുന്നതിന് മുമ്പ് അയാളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അതല്ലെങ്കിൽ വളരെ നന്നായി ചെയ്യുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഉജ്ബ് അല്ലെങ്കിൽ അഹംഭാവത്തിൻ്റെ മന്ത്രങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അത് കിബറിനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. കിബർ എന്നുള്ളത് മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നതാണ്. അതേസമയം അഹംഭാവം മറ്റൊരാളില്ലെങ്കിലും സ്വയം ഞാൻ വലിയൊരു സംഭവമാണെന്ന് തോന്നുകയാണ്. ആ രൂപത്തിലുള്ള മന്ത്രങ്ങൾ. അപ്പം അതും യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ഒരു രോഗം തന്നെയായിരുന്നു. അന ഖൈറുമിൻ, ഞാൻ മികച്ചവനാണ്, ഞാൻ മറ്റുള്ള ആളുകളെക്കാളെല്ലാം ഉയർന്നവനാണ് എന്നുള്ള ആ ഒരു ചിന്ത. അതേ വൈറസാണ് പിശാച് മറ്റുള്ള ആളുകളിലും നിരന്തരം കുത്തിവെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ആ രൂപത്തിൽ ചിന്തിക്കുന്നത് ഒരുപക്ഷെ അയാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാകും. അതല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറ്റുള്ള ആളുകളെക്കാളെല്ലാം ഉയർന്നവരാണ്, ഞങ്ങളുടെ താഴെയുള്ള ആളുകൾ അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ കഴിയാത്ത വിധം അത്തരത്തിലുള്ള വംശീയ ചിന്താഗതികൾ. ഇപ്പം ഇന്ന് ലോകം അനുഭവിക്കുന്ന നിരവധി പ്രതിസന്ധികളുടെ എല്ലാം മൂല കാരണം നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ആ റേസിസം, ആ വംശീയതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിലൊരാൾക്ക് ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണെന്നുള്ള ആ ഒരു ബോധ്യം വരുന്നതോടുകൂടെ പിന്നീട് അയാൾ എത്ര നല്ല ആളാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഇസ്തിഗ്ഫാറിൻ്റെ അല്ലെങ്കിൽ പാപമോചനത്തിൻ്റെ പദങ്ങൾ അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരില്ല എന്നുള്ള. ഒരു പക്ഷേ അയാൾ നാവ് കൊണ്ട് പറയുന്നുണ്ടാകും, ഇസ്തിഗ്ഫാർ ഉണ്ടാകും, പക്ഷേ അത് പൊള്ളയായിരിക്കും എന്നുള്ളത്. കാരണം ഓൾറെഡി അയാൾ പെർഫെക്റ്റ് ആണെന്ന് അയാൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ പാപമോചനം, ഒരാൾ തൗബ ചെയ്യുന്നത് പിശാച് അങ്ങേയറ്റം ഭയപ്പെടുന്ന കാര്യമാണ്. കാരണം അത്രയും കാലം പിശാച് എടുത്ത പണി അവിടെ ബാത്തിലാവുകയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ വെള്ളം കോരി അവസാനം കലമുടക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തൗബ ചെയ്ത് മടങ്ങുന്നത്. പക്ഷെ അള്ളാഹു അയാളെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര സ്റ്റെപ്പ് പിശാചിൻ്റെ മാർഗത്തിൽ നടന്നാലും ഒരു സ്റ്റെപ്പ് അള്ളാഹുവിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതോടുകൂടി ആ നടന്ന സ്റ്റെപ്പുകളെല്ലാം ബാത്തിലാവുകയാണ്. അപ്പോൾ ആ പാപമോചനത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അവസാന ശ്വാസം വരെ അയാൾക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ അതിലേക്ക് തിരിയുന്നത് പിശാച് അങ്ങേയറ്റം ഭയപ്പെടുകയാണ്. അപ്പോൾ നിരന്തരം ആ ഹറാമിൽ തന്നെ അയാളെ തളച്ചിട്ട് നിരവധി എക്സ്ക്യൂസുകൾ, ദുർബലമായിട്ടുള്ള ന്യായങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയാണ്. ചില ആളുകൾ അവരുടെ സാഹചര്യങ്ങളെ പഠിക്കാറുണ്ട്. അതും പിശാചിൻ്റെ ആ കാൽപാദങ്ങൾ പിന്തുടരലാണ്. അതായത് എൻ്റെ ഭാര്യ ആ രൂപത്തിലായതുകൊണ്ടല്ലേ ഞാൻ ഈ ഒരു ഹറാമ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എൻ്റെ സാഹചര്യം കൊണ്ടല്ലേ ഞാൻ ഈ രൂപത്തിൽ ചെയ്യാൻ നിർബന്ധിതനായത്. അത്തരത്തിലുള്ള ചില ദുർബലമായിട്ടുള്ള ന്യായങ്ങൾ ചില ആളുകൾ പറയാറുണ്ട്. അതും പിശാചിൻ്റെ രോഗം തന്നെയായിരുന്നു. പിശാച് ആ രൂപത്തിൽ വഴിപിടച്ച സമയത്ത് സൂറത്തുൽ അറാഫിൻ്റെ 16-ാമത്തെ ആയത്തിൽ
ഖാല ഫബിമ അഗ്വൈതനി, അള്ളാഹുവിനെ തന്നെ പഠിക്കുന്ന നഊദു ബില്ലാ, ആ രൂപത്തിലുള്ള സംസാരം, ഞാൻ ഈ രൂപത്തിലാകാൻ കാരണം നീയാണെന്ന് അള്ളാഹുവിനോട് സംസാരിക്കുന്ന പിശാചിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധേയമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഖാല ഇബ്ലീസ് ലഅനഹുല്ലാ, ഇബ്ലീസ് പറഞ്ഞു, മാ അജസനി ബനു ആദം ഫലം യുഅ്ജിസൂനി ഫീ സലാസ. ആദമിന്റെ മക്കൾ എന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് 3 വഴികളിലൂടെ അവരിൽപ്പെട്ട ചില ആളുകളെ ഞാൻ കീഴടക്കും എന്നുള്ളതാണ്. അതായത് അള്ളാഹനെ യഥാർത്ഥത്തിൽ ഭയന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ ഈ മന്ത്രങ്ങളെല്ലാം വളരെ ദുർബലമായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 22-ാമത്തെ ആയത്തിൽ പിശാചൻ ആ കാര്യം പറയുന്നുണ്ട്. എന്താണ് 3 വഴികൾ? ഒന്നാമതായിട്ട് പിശാച് പറഞ്ഞത്, ഇദാ സക്കിറ അഹദുഹും അഖദ്നാ ബിഖുസാമതിഹി ഫഖദ്നാഹു ഹൈസു ശിഅ്നാ വഅമില ലനാ ബിമാ അഹ്ബബ്ന. അതായത് ഞാൻ അവനെ കൊണ്ട് മദ്യപിപ്പിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് അവനെ അടിമപ്പെടുത്തും. അതിനുശേഷം അവൻ അടിമപ്പെടുന്നതോടുകൂടെ അവൻ്റെ ആ കടിഞ്ഞാണ് എൻ്റെ കയ്യിലായിരിക്കും പിന്നീട്. അതായത് ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ പിന്നീട് അവന് പ്രവർത്തിക്കും എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ അവർ ലിഫ്റ്റ് പിശാചിന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ബാക്കിലിരിക്കും, പിന്നീട് മുന്നിലേക്ക് വരും, പിന്നീട് അവസാനം ആ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന രൂപത്തിലേക്ക് പിശാച് മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയുടെ 268-ാമത്തെ ആയത്തിൽ ശൈത്താൻ യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ഷ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ പിശാചി ഉമ്മുറു നിങ്ങളെ കൽപ്പിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ പിശാചിന് ആ രൂപത്തിൽ കൽപ്പിക്കാനുള്ള യാതൊരു കഴിവുമില്ല. പക്ഷേ ഈ രൂപത്തിൽ നിരന്തരം ആ മന്ത്രങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ ആ നിയന്ത്രണം അവൻ്റെ കയ്യിൽ വരുന്നതോടുകൂടെ പിന്നീട് അവൻ നിങ്ങളോട് ഉമ്മുറുക്കും കൽപ്പിക്കാൻ തുടങ്ങും. ആ കൽപ്പിക്കുന്ന സമയത്ത് ആ മദ്യത്തിനും അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് അയാൾ ആ പിശാചിന് ഒപ്പിച്ചാടുന്ന, അല്ലെങ്കിൽ പിശാചിൻ്റെ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന രൂപത്തിൽ നീചനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറുകയാണ്. ശേഷം 2-ാമത്തെ വഴിയായിട്ട് പറയുന്നത് ഇദാ ഖളിബ ഖാല ബിമാ ലാ യഅലം വഅമില ബിമാ ലാ യന്ദം. അതായത് അവന് ആ കോപത്തിൻ്റെ മന്ത്രങ്ങൾ നൽകുകയാണ്. കോപിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടാത്തത് അല്ലെങ്കിൽ അറിയാത്ത ചില കാര്യങ്ങൾ അവന് പറഞ്ഞു പോകും. പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത വിധം അവന് ഖേദിക്കേണ്ട രൂപത്തിലുള്ള പ്രവൃത്തികൾ അവനിലേക്ക് വരുമെന്നുള്ളതാണ്. അതും പിശാചിൻ്റെ, അതായത് ആ കോപിക്കുന്ന ഒരു സമയത്ത് അയാൾ അതേ രൂപത്തിൽ പിശാചിൻ്റെ റിമോട്ടിലായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കോപം പിശാചിൽ നിന്നാണ്, കോപിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കരുത്, സംസാരിക്കരുതെന്നെല്ലാം റസൂലുള്ള പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കാനുള്ള കാരണം ആ സമയത്ത് പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെല്ലാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസ്താവന, ആ കോപം എന്നുള്ളത് അവ്വലുഹു ജുനൂൻ വ ആഖിറുഹു നദം, അത് ആ തുടക്കത്തിൽ അത് ഭ്രാന്താണ്, ഒടുക്കത്തിൽ ഖേദാണ്, ആ രൂപത്തിലായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റേറ്റ് അത് നൽകി അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലുള്ള പ്രവൃത്തികളും അതേപോലത്തെ റിയാക്ഷനെല്ലാം പിശാച് ആ രൂപത്തിൽ അയാളിലേക്ക് കുത്തിവെക്കും എന്നുള്ളത്. നിരവധി ആളുകൾ, നിരവധി കുടുംബജീവിതം എല്ലാം തകരുന്നത്, അല്ലെങ്കിൽ നിരവധി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾക്ക് പോലും അതിൻ്റെ എല്ലാം മൂലകാരണങ്ങൾ പലപ്പോഴും ഒരാളുടെ കോപമായിരിക്കും. അതും പിശാചിൻ്റെ മന്ത്രങ്ങളിൽ പെട്ടതാണെന്നാണ്, അല്ലെങ്കിൽ അതിലൂടെ ഒരാളെ കീഴടക്കും എന്നുള്ളതാണ് പിശാച് 2-മതായിട്ട് പറയുന്നത്. 3-മത്തെ അവസാനത്തെ വഴിയായിട്ട് പിശാച് പറഞ്ഞത്, അവൻ്റെ കയ്യിലുള്ളതിൽ അവന് പിശുക്കും, അതേസമയം കയ്യിലില്ലാത്തതിന് വേണ്ടി അവന് നിരന്തരം അവനെ മോഹിപ്പിക്കും. വനുമന്നീഹി ബിമാല യഖ്ദിറു അലൈഹി. അപ്പോൾ കയ്യിലില്ലാത്തത് നിരന്തരം മോഹിക്കുന്ന ഒരാൾക്ക് കയ്യിലുള്ള അനുഗ്രഹങ്ങൾ ഒരിക്കലും കാണാൻ കഴിയാതെ പോവാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയാത്തൊരു ഹൃദയം അതൊരിക്കലും നന്ദിയുള്ള ഹൃദയമാവില്ല, മറിച്ച് നിരന്തരം പരാതി പറയുന്ന ഹൃദയമായിരിക്കും. അതും ആ നന്ദികേട് എന്നുള്ളത് അതും പിശാചിൻ്റെ വലിയ രോഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളെല്ലാം നൽകി പിശാചിന് കീഴടക്കാൻ സാധിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞു. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 22-ാമത്തെ ആയത്തിൽ പിശാച് തന്നെ പറയുന്നുണ്ട്, വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മീതെ എനിക്ക് യാതൊരു അധികാരവുമില്ല, പക്ഷേ നിങ്ങൾ ഇല്ല അൻ ദഅഉതുക്കും ഫസ്തജബ്തും ലി, ഞാൻ നിങ്ങളെ മന്ത്രങ്ങൾ നൽകിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച സമയത്ത് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. പ്രത്യേകമായിട്ട് ഈ ഒരു ആയത്ത് അടിവരയിടുക, ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് തിരിച്ചു വരും. അപ്പോൾ പിശാച് വിളിച്ച സമയത്ത് നിങ്ങൾ ഉത്തരം നൽകി. ആ ഉത്തരം നൽകാനുള്ള കാരണം നിങ്ങളുടെ ദുർബലമായിട്ടുള്ള ഈമാനാണ്. ഇപ്പോൾ ഒരാളുടെ ഈമാൻ അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള പിടുത്തം എത്ര ശക്തമാണോ അത്രയും അയാളുടെ മുമ്പിൽ പിശാച് ഒരുക്കുന്ന ആ കെണി അത്രയും അയാളുടെ മുമ്പിൽ ദുർബലമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലും പറയുന്നുണ്ട്, ഒരാൾ പിശാചിനെ ശപിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ബിസ്മില്ല എന്ന് പറയുക, അതോടുകൂടെ ആ പിശാച് ഒരു അണുവോളം ചെറുതാകും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ എത്ര മുറുകെ പിടിക്കുന്ന അത്രയും അത് ദുർബലമായിരിക്കും. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അങ്കബൂത്തിൽ അള്ളാഹു 8 കാലി വലയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇന്ന ഔഹനൽ ബുയൂത്തില ബൈത്തുൽ അങ്കബൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലമായിട്ടുള്ളത് 8 കാലി വലയാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇപ്പോൾ 8 കാലി വല എന്നുള്ളത് ശക്തരായിട്ടുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുർബലമാണ്. അതേസമയം
ദുർബലരായിട്ടുള്ള ചില ജീവികളെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിട്ടുള്ളൊരു ട്രാപ്പാണ്. അതേ രൂപത്തിൽ ദുർബല ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാച് ഒരുക്കുന്ന ആ ട്രാപ്പ് അത് വലിയ കെണിയാണ്. അതേസമയം ശക്തമായിട്ടുള്ള ഈമാൻ അല്ലെങ്കിൽ അള്ളാഹനെ മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ആ ട്രാപ്പ് എന്നുള്ളത് കേവലം ദുർബലമായിട്ടുള്ള 8 കാലി വലകൾ പോലെയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ 76-ാമത്തെ വചനത്തിൽ ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫ അള്ളാഹു പറയുന്നുണ്ട്, ആ പിശാചിന്റെ ആ ട്രാപ്പ് എന്നുള്ളത് വളരെ ദുർബലമാണ്. ഇപ്പോൾ വ്യഭിചാരത്തോട് അടുക്കരുതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ആരംഭിച്ചത്. ആ ഒരു അടുപ്പം അത് ശാരീരികമായിട്ട് മാത്രമല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ടും അതേപോലെ തന്നെ മനസ്സുകൊണ്ടുള്ള അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ചെല്ലാം ഹദീസിൽ പറയുന്നുണ്ട്. ചില ആളുകൾ ശാരീരികമായിട്ട് ഒരു പക്ഷേ അവരുടെ ഭാര്യമാരുടെ അടുത്തുണ്ടാകും, അതേസമയം അവർ കണ്ണുകൊണ്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് മറ്റൊരാളെ വ്യഭിചരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്ന് ഇന്റർനെറ്റിന്റെ ലോകം അത്തരം ഒരാളുടെ വഴിവിട്ട താല്പര്യങ്ങളെ വേണ്ടത്ര ഫീഡ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ആ ഇന്റർനെറ്റ് ആ ഒരു ട്രാപ്പ് ആ വല ഒരുക്കി കാത്തു നിൽക്കുന്നത്. പല ആളുകളും അതിൽ വീണു പോവാണ്. അപ്പം അത് വീഴുന്നതിനനുസരിച്ച് പിശാച് അത്തരം കാഴ്ചകളെ വസയ്യനലഹും ശൈത്വാനു അമാലഹും അള്ളാഹു പറയുന്നുണ്ട്, അത് പിശാച് ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വ്യഭിചാരത്തിന്റെ ആ ഒരു പാതയിലേക്ക് വസാ സബീല ആ ഒരു ഇരുണ്ട പാതയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ പോകുന്നത് റോങ് റൂട്ടിലാണെന്ന് കൃത്യമായിട്ട് ഏതൊരാൾക്കും സെൻസ് ചെയ്യാൻ സാധിക്കും. ആ രൂപത്തിലാണ് അള്ളാഹു നമ്മുടെ ഫിത്ര സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആ പാതയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. അവസാനം അത് നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ആ ഒരു പാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തുടനീളം പിന്നീട് അത് കാരണം അയാൾ അനുഭവിക്കേണ്ടി വരുന്ന അതിൻ്റെ പരിണിത ഫലങ്ങൾ ആ കോൺസിക്വൻസിനെ സംബന്ധിച്ച് പിശാച് സൗകര്യപൂർവ്വം അയാളെ മറപ്പിക്കും എന്നുള്ളതാണ്. പല സമയത്തും ആ ചിന്ത വരുന്നുണ്ടെങ്കിലും അതിലേക്ക് ശ്രദ്ധിക്കാൻ പോകില്ല എന്നുള്ളത്. അതേസമയം അതേ പിശാച് തന്നെ ഒരാൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ വിഭജിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ പരിണിത ഫലത്തെ ഊതി വീർപ്പിച്ചത് വലുതാക്കി കാണിക്കും. എത്ര വലിയ തെറ്റാ ചെയ്തത്, ഇനിയും നമസ്കരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നിനക്ക് എങ്ങനെയാണ് നന്നാവാൻ കഴിയുക, ആ രൂപത്തിൽ നിരാശയുടെ മന്ത്രങ്ങൾ നൽകി മാക്സിമം വീണ്ടും ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും അകറ്റാനുള്ള മന്ത്രങ്ങളാണ് പിശാച് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരാൾക്ക് അള്ളാഹനെ മുറുകെ പിടിക്കാൻ സാധിച്ചാൽ, അതായത് ആ സമയവും സാഹചര്യം എല്ലാം അനുകൂലമായാലും അള്ളാഹനെ മാത്രം ഭയന്ന് ആ തെറ്റിൽ നിന്നും ഒരാൾക്ക് പിന്മാറാൻ സാധിച്ചാൽ അയാൾക്ക് വമ്പിച്ച വാഗ്ദാനങ്ങളാണ് അള്ളാഹു നൽകുന്നത്. നേരത്തെ സീറയുടെ 82-ാമത്തെ എപ്പിസോഡിൽ റജീ സംഭവം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതിൽ മർസദ് ബിൻ അബി മർസദ് അൽ ഖനബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു. ഈ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ചരിത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം മുഹാജിറാണ്, അതേപോലെ തന്നെ ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്ന ഒരു മിഷൻ, മക്കയിൽ ഹിജറയ്ക്ക് ശേഷം മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ശക്തമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ശത്രുക്കൾ തടവിൽ പാർപ്പിച്ചിട്ടുള്ള നിരവധി വിശ്വാസികളായിട്ടുള്ള ആളുകളെ രഹസ്യമായിട്ട് അവിടെ നിന്നും ആ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുവരിക. പലപ്പോഴും ഈ സ്വഹാബി സധൈര്യം ആ ഒരു ദൗത്യത്തിന് വേണ്ടി പുറപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇതേ രൂപത്തിൽ അർദ്ധരാത്രി മക്കയിലെത്തിയ സമയത്ത് നിലാവുള്ള രാത്രിയാണ്. അപ്പോൾ ആ നിലാവിൽ അദ്ദേഹത്തിൻ്റെ ആ നിഴൽ അവിടെ അങ്ങനെ തെളിഞ്ഞ സമയത്ത് പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത്, അതായത് ഇസ്ലാം സ്വീകരിക്കുന്നതിനെല്ലാം മുമ്പ് ആ ജാഹിലിയ കാലഘട്ടത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീ സുഹൃത്ത് അനാഖ് എന്നുള്ള ഒരു സ്ത്രീ ആയിരുന്നു പിറകിൽ നിന്നും വിളിച്ചത്. അപ്പം നിഴൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അതായത് അത്രയും തീവ്രമായിട്ടുള്ള ഗാഢമായിട്ടുള്ള ഒരു ബന്ധം അവർ തമ്മിൽ ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ അവൾ അദ്ദേഹത്തെ അന്നത്തെ രാത്രി കൂടെ കഴിയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചോക്കെ, ഏതെങ്കിലും ഒരു പെണ്ണല്ല ക്ഷണിക്കുന്നത്, മറിച്ച് അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നൊരു പെണ്ണാണ്. അതേപോലെ തന്നെ രാത്രിയുടെ മറവിലാണ്, അതായത് ഒരാളും അതിന് സാക്ഷിയല്ല. അതേപോലെ തന്നെ മറ്റൊരു വലിയ എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകും. കാരണം അവൾ ഉറക്ക ശബ്ദം ഉണ്ടാക്കും, അതോടുകൂടെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെല്ലാം എഴുന്നേൽക്കും. അപ്പം എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിന് സമാനമാണ്. അപ്പോൾ ഉടനെ തന്നെ മർസദ് റളിയല്ലാഹു അൻഹു അവളോട് പറഞ്ഞു, യാ അനാഖ്, എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നല്ലാഹ ഹറമ സിന, അള്ളാഹു ആ വ്യഭിചാരം അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ പഴയ പോലെയല്ല, മുസ്ലിമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരമൊന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളെ ഉറക്ക ശബ്ദമുണ്ടാക്കി അവിടെ ഉറങ്ങിക്കടന്നിരുന്ന ശത്രുക്കളെല്ലാം എഴുന്നേറ്റ് അയാളുടെ പിറകെ ഓടി. അപ്പം അദ്ദേഹം ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ സൗർ ഗുഹയിൽ ഒളിച്ച സമയത്ത് അതേ രൂപത്തിൽ സമാനമായിട്ട് ശത്രുക്കളുടെ കണ്ണിൽ അള്ളാഹു ഒരു മറ
മറയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിറകെ പോയ ആളുകൾ അവിടെയെല്ലാം പരതി അവസാനം അവർ നിരാശരായിട്ട് തിരിച്ചുപോയി. അങ്ങനെ അവർ വീണ്ടും ഉറക്കിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ സ്വഹാബി മർസദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ധൈര്യം നോക്കുക. അദ്ദേഹം വീണ്ടും മക്കയിലേക്ക് തന്നെ പോയി ആ പറഞ്ഞ ദൗത്യം വിജയകരമായിട്ട് വീണ്ടും നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മദീനയിൽ എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ കാര്യം പോയി പറയുകയാണ്. ശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ താല്പര്യം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. അതായത് അവർ അത്രയും ജെന്യൂനായിരുന്നു, അവരുടെ ഹൃദയത്തിലൊന്നും മറച്ചു വെക്കുന്നുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് അൻകിഹു അനാഖ്, ഓ പ്രവാചകരെ ഞാൻ അനാഖിനെ വിവാഹം കഴിച്ചോട്ടെ. മറ്റൊരു കാര്യം, അനാഖ് അവളൊരു ദുർനടപ്പുകാരിയായിട്ടുള്ള സ്ത്രീ കൂടെയായിരുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അതായത് അവൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിട്ടും ഈ സമയത്തും അദ്ദേഹത്തിന് അവളോട് ഇഷ്ടമാണ്. അതായത് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടും ആ അർദ്ധരാത്രി മറ്റൊരാളും കാണാത്ത സമയത്ത് അവളുടെ ആ ക്ഷണം നിരസിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാണ്. കാരണം അതിനേക്കാളേറെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവിനോടുള്ള ആ സ്നേഹം അതല്ലെങ്കിൽ അള്ളാഹിനെ ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ റസൂലുള്ളാഹി നിശബ്ദനാവുക. റസൂലുള്ളാഹി ഒന്നും മിണ്ടുന്നില്ല. കാരണം ഒന്നുകിൽ റസൂലുള്ളാഹി അത് ഇഷ്ടപ്പെടുന്നില്ല, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ വഹി വന്നിട്ടില്ല. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തു നൂറിൻ്റെ 3-ാമത്തെ വചനം അള്ളാഹു നൽകുന്നത്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ. അള്ളാഹു അതിനെ സമ്പൂർണ്ണമായിട്ട് വിലക്കുകയാണ്. അത്തരം ദുർനടപ്പുകാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് ചേർന്ന ആളുകളുണ്ടാകും, ആ രൂപത്തിൽ അള്ളാഹു അതിനെ വിലക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ലഭിച്ച ഉടനെ മർസദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി ആയത്ത് ഓതി കേൾപ്പിച്ചു. അത് കേട്ട സമയത്ത് അദ്ദേഹം ഒരുപാട് പ്രവാചകർ എന്നാലും ആ രൂപത്തിൽ എക്സ്ക്യൂസുകളൊന്നും പറയല്ല ചെയ്തത്. അത് കേട്ട ഉടനെ അദ്ദേഹം അങ്ങേയറ്റം സന്തോഷിക്കാനുള്ള കാരണം ആയത്തിൻ്റെ അവസാനം പറഞ്ഞ ചില പദങ്ങൾ, വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, അള്ളാഹു പറയുന്നുണ്ട് സത്യവിശ്വാസികളുടെ മീതെ ഞാൻ അത് നിഷിദ്ധമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം സന്തോഷിക്കാനുള്ള കാരണം അദ്ദേഹം കേട്ട ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാ അന മിനൽ മുഅ്മിനീൻ, അള്ളാഹ്ക്ക് സ്തുതി, കാരണം അള്ളാഹ് എന്നെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഈമാൻ നോക്കുക. അത് കാരണം തന്നെ അദ്ദേഹത്തിന് ഉന്നതമായിട്ടുള്ള പദവി ആ റജീ സംഭവത്തിൽ ആ രക്തസാക്ഷിത്തെല്ലാം നൽകി അദ്ദേഹത്തെ അള്ളാഹു ആദരിക്കുന്നുണ്ട്. എല്ലാ അനുകൂല സാഹചര്യങ്ങളും മുന്നിലുണ്ടായിട്ടും നിരവധി എക്സ്ക്യൂസുകൾ നിരത്താമായിട്ടും അതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിനെ സ്നേഹിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയം കാരണം ആ തെറ്റിൽ നിന്നും പിന്മാറാനുള്ള സന്നദ്ധത, അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഉദാഹരണങ്ങളാണ് ഇവിടെ മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിലും അതേപോലെ ഞാൻ സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലൂടെയെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലെല്ലാം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് 6ഓളം കഠിനമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളെ വിജയകരമായിട്ട് മറികടന്നതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പാതയിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അതിൽ 1-2 മാക്സിമം 1-2-3 ഒരാളുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അത് അങ്ങേയറ്റം ഏറ്റവും എക്സ്ട്രീമാണ്. ആ ഒരു ഉദാഹരണം തന്നെയാണ് അള്ളാഹു മാർഗദർശനമായിട്ട് നമുക്ക് നൽകുന്നത്. എന്താണ് 6 സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഒരു അടിമ എന്ന് പറയുമ്പോൾ യജമാനൻ പറയുന്ന ഏതൊരു കാര്യവും അപ്പടി കേൾക്കാൻ അയാൾ നിർബന്ധിതനാണ്. അതേപോലെ തന്നെ ആ സമൂഹത്തിൽ അയാളുടെ ആ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് യാതൊന്നും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അടിമകൾ ആ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെന്ത് ചെയ്താലും മറ്റുള്ള ആളുകൾ അത് കാര്യമാക്കാൻ പോകാറില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിൽ പല ആളുകളെയും ഇത്തരം തെറ്റിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ഈ ഒരു വേണ്ടാത്തരം ചെയ്തു പോയാൽ അത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരാണ്, അതിനേക്കാൾ ഉപരി എൻ്റെ കുടുംബത്തിന് കാലാകാലവും അത് ചീത്തപ്പേരാകുമെന്നുള്ള ആ ഒരു ചിന്ത കാരണം പല ആളുകളും ആ ഒരു തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കാറുണ്ട്. ഇപ്പം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭയം അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്ന്, അത് ഏറ്റവും വലിയൊരു അനുകൂല സാഹചര്യമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലല്ല മറ്റൊരു നാട്ടിൽ വിദേശിയായിട്ട് അവിടെ താമസിക്കുകയാണ്. അതും ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പലപ്പോഴും പല ആളുകളും സ്വന്തം നാട്ടിൽ ചെയ്യാൻ മടിക്കുന്ന പലതും അവർ ദൂരേക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ചെയ്യാറുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് അവരുടെ ആ തനി നിറം പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ മനസ്സിലാക്കാനുള്ള 3 മാനദണ്ഡങ്ങൾ, 3 ക്രൈറ്റീരിയകൾ അദ്ദേഹം പറയുന്നുണ്ട്. അയാൾ സദാസമയത്തും പള്ളിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ സഫിൽ അതൊന്നല്ല പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ അയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കണം എന്നുള്ളതാണ്. അത് ഒരാളുടെ തനി നിറം പുറത്തേക്ക് കൊണ്ടുവരും. അതല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ അയൽവാസിയാകണം. മൂന്നാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ അയാളുടെ കൂടെ യാത്ര ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരാളുടെ ആ ക്ഷമയുടെ ആഴം അതല്ലെങ്കിൽ പല മുഖംമൂടികളും ആ സമയത്ത് അഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യവും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം ആ സമയത്ത് യുവാവായിരുന്നു.
അപ്പോൾ യുവത്വം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അതിൻ്റെ മൂർധന്യാവസ്ഥ പ്രാപിക്കുന്ന സമയമാണ്. ഇത്തരം ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ പ്രലോഭനങ്ങളെല്ലാം ഏറ്റവും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. വലമ്മ ബലഗ അശുദ്ധഹു, ആ സമയത്താണ് ഈ ഒരു ടെസ്റ്റ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിലേക്ക് വരുന്നത്. അതും ആ ഒരു സാഹചര്യവും അദ്ദേഹം മറികടക്കുന്നുണ്ട്. അപ്പോൾ നാലാമതായിട്ട് അദ്ദേഹം ആ സമയത്ത് അവിവാഹിതനായിരുന്നു, വിവാഹം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്. കാരണം വിവാഹം കഴിച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത്തരം താല്പര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ മുന്നിലുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ വഴിയിൽ ഏതെങ്കിലും ഭംഗിയുള്ള സ്ത്രീകളിൽ നിങ്ങൾ ആകൃഷ്ടരാവുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഭാര്യയുടെ അടുത്തേക്ക് പോകുക എന്നുള്ള. കാരണം അവളിൽ കണ്ടത് നിങ്ങളുടെ ഭാര്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രൂപത്തിൽ നിങ്ങളുടെ ഹലാലായിട്ട് അത്തരം നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ ശമിപ്പിക്കുക എന്നുള്ള റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്. ആ ഒരു ഓപ്ഷനും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിലുണ്ടായിരുന്നില്ല. അഞ്ചാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ആ സ്ത്രീ അവൾ ഇങ്ങോട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ക്ഷണിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അതായത് അള്ളാഹനെ ഭയമില്ലാത്ത തഖ്വയില്ലാത്ത പല ആളുകളും ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് അവളുടെ ആ റിയാക്ഷനെ ഭയന്നിട്ടാണ്. അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനു വേണ്ടി ഒരു ഇനീഷ്യേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവളുടെ റിയാക്ഷൻ, അവളുടെ പ്രതികരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവൾ വഴങ്ങുമെന്നുള്ളൊരു സിഗ്നൽ എങ്ങാനും ലഭിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും തനിനിറം ആ സമയത്ത് പുറത്തേക്ക് വരും. അറിയാതെ ഫോൺ നെങ്ങിപ്പോകും. അതല്ലെങ്കിൽ പല എക്സ്ക്യൂസുകൾ ഉണ്ടാക്കി നിരന്തരം അവളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ അതൊന്നുമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ ആ സ്ത്രീ ഇങ്ങോട്ട് ക്ഷണിക്ക മാത്രമല്ല, അവൾക്ക് വേണ്ടി അവളുടെ മുമ്പിൽ വഴങ്ങണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പം അതിനെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയകരമായിട്ട് ആ അനുകൂല സാഹചര്യങ്ങളെല്ലാം മറികടക്കുന്നുണ്ട്. അവസാനമായിട്ട് ആറാമതായിട്ട് വഖല്ലഖത്തിൽ അബ്വാബ്, അവിടെയുള്ള ആ വീട്ടിലുള്ള എല്ലാ കതകുകളും അവൾ അടച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനി പുറത്തുനിന്ന് ആരും വരുമെന്ന് യാതൊരു ഭയവുമില്ല. അതുമാത്രമല്ല, ആ യജമാനൻ വന്നു പോകുന്ന സമയമെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ച് യാതൊരു ഭയവും അവിടെയില്ല. അപ്പം എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ അനുകൂലമായിരുന്നു. എന്നിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹനെ ഭയന്ന് ആ തെറ്റിൽ നിന്നും പിന്മാറുകയാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എല്ലാം ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ അധ്യാപനം സദാസമയത്തും നമ്മൾ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം ഒരാൾ ജീവിക്കാൻ എന്നുള്ളതാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും. ഇപ്പോൾ ഒരാൾ ആൾക്കൂട്ടത്തിൽ നിന്നെല്ലാം മാറി വേണ്ടാത്തൊരു കാഴ്ച കാണാൻ വേണ്ടി അല്ലെങ്കിൽ വേണ്ടാത്തൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആ കതകുമെല്ലാം അടക്കുന്ന സമയത്ത് അത്രയും നേരം നിങ്ങളെ ഒരുപാട് ആളുകൾ കണ്ടിരുന്നെങ്കിൽ ആ കതക് അടക്കുന്നതോടുകൂടെ പിന്നീട് നിങ്ങളുടെ നിരീക്ഷകനായിട്ട് അള്ളാഹു മാത്രമാണ് അവിടെയുള്ളത്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആ ജഡ്ജിയുടെ മുമ്പിൽ നേരിട്ടിരുന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ ധൈര്യം വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതായത് പുറത്തുള്ള ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റ് അറിയുന്നതിന് നിങ്ങൾ ഭയക്കുന്നു, അത് കാരണമാണ് ആ കഥ കടക്കുന്നത്. അതേസമയം എല്ലാം അറിയുന്ന സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ യാതൊരു നാണവുമില്ലാതെ അത് തുറന്നു വെക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ അള്ളാഹുവിന് നൽകുന്ന സ്ഥാനം എത്രയാണ്. അതായത് ഏറ്റവും നിസ്സാരനായിട്ടുള്ളൊരു കാഴ്ചക്കാരനായിട്ട് അയാൾ അള്ളാഹുവിനെ അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുണ്ട്, അതായത് നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റിൻ്റെ ചെറുപ്പത്തേക്കാൾ നിങ്ങൾ ധിക്കരിക്കുന്ന ആളുടെ വലുപ്പമാണ് നിങ്ങൾ നോക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൗർ ഗുഹയിലിരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ചില ഉണർത്തലുകൾ ജീവിതത്തിലുടനീളം നമ്മൾ സ്മരിക്കേണ്ടതാണ്. മാ വന്നുക ബി ഇസ്നൈനി അല്ലാഹു സാലിസുഹുമ, രണ്ടാളുകളുടെ കൂടെ മൂന്നാമനായിട്ട് അവിടെ അള്ളാഹു ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം. അതല്ലെങ്കിൽ സൂറത്ത് മുജാദലയുടെ ആരംഭഭാഗത്ത് മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, മൂന്നാളുകളുടെ കൂടെ നാലാമനായിട്ട് അവിടെ അള്ളാഹു ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം. ഇപ്പം എന്തൊരു തെറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തും അവിടെ അള്ളാഹു നൽകിയ ആ അനുഗ്രഹത്തെയാണ് അവനെ സാക്ഷിയാക്കി അവനെ ധിക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ വേണ്ടാത്തൊരു കാഴ്ച, ആ കാഴ്ചകൾക്ക് അടിമപ്പെടുന്ന ആളുകൾ അവർ ഓർക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കണ്ണുകൾ, അലം നജ്അൽ ലഹു ഐനൈൻ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ നിങ്ങൾക്ക് ആ രണ്ട് കണ്ണുകൾ നൽകിയത്. അത്രയും വലിയ അനുഗ്രഹത്തെ ഉപയോഗിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാഴ്ചകൾ കാണുന്ന സമയത്ത് അള്ളാഹു ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു കാണുന്നുണ്ടെന്ന് അവരിനിയും മനസ്സിലാക്കുന്നില്ലേ, അല്ലെങ്കിൽ അവന് ഞാൻ കാണുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയെ നിസ്സാരമായിട്ടൊരാൾക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം അധ്യാപനങ്ങളെല്ലാം ഈ രൂപത്തിൽ തെറ്റിൽ നിന്നും പിന്മാറാനുള്ള പ്രചോദനമായിട്ട് വിശ്വാസികൾക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല, അതിന് വലിയ ത്യാഗം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു ചരിത്രമെല്ലാം ഇത്രയേറെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലാ റിജാലിൻ മിനൻ നിസാ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് അത് സ്ത്രീകളാണ്. ആ ടെസ്റ്റ് നിങ്ങൾ വിജയകരമായിട്ട് മറികടക്കുകയാണെങ്കിൽ
വമ്പിച്ച പ്രതിഫലം നാളെ മരണാനന്തര ജീവിതത്തിൽ 7ഓളം ആളുകൾക്ക് പ്രത്യേകമായിട്ട് അർശിൻ്റെ തണൽ നൽകും. ആ 7ൽ 6 കാറ്റഗറിയും ഇഹ്സാനുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം അതിൽ തഖ്വയുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരേ ഒരു കാറ്റഗറി ആ രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. അത് ഇതേ രൂപത്തിൽ ഒരു സ്ത്രീ അയാളെ റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ഫഖാല ഇന്നി അഖാഫുല്ലാ, ഒരാളെ അതിനുവേണ്ടി ഒരു സ്ത്രീ ക്ഷണിച്ചു, അയാൾ അള്ളാനെ മാത്രം ഭയന്ന് അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം അവരായിരിക്കും എന്നുള്ളത്. അതിന് വലിയ ത്യാഗം ആവശ്യമാണ്. സ്വന്തം ശരീരത്തെ സംഘട്ടന ഭൂമിയാക്കി സ്വന്തം നഫ്സുമായിട്ട് ബദർ മുഹദെല്ലാം അവിടെ നടത്തേണ്ടതുണ്ട്. ഓരോ വ്യക്തിക്കും മരണം വരെ നിർവഹിക്കേണ്ടതായിട്ടുള്ള ആ ഒരു പോരാട്ടം, ആ ജിഹാദുൻ നഫ്സ്, ദേഹേച്ഛകളുമായിട്ട് അല്ലെങ്കിൽ ശരീര താല്പര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ വസ്വാസുകളുമായിട്ട് നടത്തേണ്ടതായിട്ടുള്ള ആ സംഘട്ടനം. അതുകൊണ്ടാണ് റസൂലുള്ള ഹദീസിൽ തുർമുദി, നസാഇ, ഇബ്നു മാജ എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹിയായിട്ടുള്ളൊരു ഹദീസിൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബി ലിസാനിഹി വ യദിഹി, ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ളത് അയാളുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നെല്ലാം മറ്റുള്ള ആളുകൾ സുരക്ഷിതരായിരിക്കും. അതിനുശേഷം അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ല, റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പം അതായത് അള്ളാഹുവിൻ്റെ ആ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി സ്വന്തം നഫ്സുമായിട്ട് ഒരാൾ ജീവിതകാലത്തുടനീളം നടത്തേണ്ടതായിട്ടുള്ള ആ ഒരു ആത്മസംഘട്ടനം. അപ്പോൾ ഒരു ഭാഗത്തു നിന്നും അയാളുടെ ശരീര താല്പര്യങ്ങൾ, ദേഹേച്ഛകളും അതേപോലെ തന്നെ പിശാചിൻ്റെ വസ്വാസുകളെല്ലാം ഒരു ഭാഗത്തുനിന്നും അയാളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 22-ാമത്തെ വചനത്തിൽ പിശാജ് എന്നെ പറയുന്നുണ്ട്, ഇല്ല അൻ ദഅഉതുക്കും ഫസ്തജബ്തും ലീ, ഞാൻ ആ പിശാജ് വിളിക്കുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് നിന്ന് അള്ളാഹുവും റസൂലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അപ്പം അവിടെ ആരുടെ വിളിക്കാണ് ഒരാൾ കാതോർക്കേണ്ടത് അല്ലെങ്കിൽ ഉത്തരം നൽകേണ്ടത് എന്നുള്ളത് അത് ജീവിതകാലത്തുടനീളമുള്ള ഒരു ചോയ്സാണ്. ആ ഒരു സംഘട്ടനം ജീവിതകാലത്തുടനീളം ഒരാൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പം അവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ആ താല്പര്യങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിനു സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ വചനത്തിൽ അൻ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അതിൻ്റെ ഒരു തഫ്സീർ എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നഫ്സിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ദഅാഹുമുൻ നബിയ്യു ഇലാ ഷൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്നു, അതേസമയം വദഅത്ഹും അൻഫുസുഹും ഇലാ ഷൈ, നിങ്ങളുടെ ദേഹേച്ഛകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നഫ്സ് നിങ്ങളെ മറ്റൊരു ഭാഗത്തേക്കും വലിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിനും റസൂലിനും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചാൽ സൂറത്തുൽ അൻഫാലിൻ്റെ 24-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക, അതിലാണ് യഥാർത്ഥത്തിൽ ജീവനുള്ളത്. മറ്റുള്ളത് കേവലം മിഥ്യയാണ് അല്ലെങ്കിൽ പൊള്ളയാണ്, അതൊരു ഫാൻറ്റസി മാത്രമാണ്. ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന, അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു പാപവും അത് താൽക്കാലിക സുഖം മാത്രമാണ്, ടെമ്പററി പ്ലഷറാണ്. അതേസമയം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ലോങ് ടേം അത് ഖേദം മാത്രമായിരിക്കും. അത് ഏതൊരു പാപവും ആ രൂപത്തിലാണ്. ഇപ്പോൾ നമ്മൾ വ്യഭിചാരമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഒരല്പനേരത്തെ സുഖം അതേസമയം ജീവിതകാലത്തുടനീളം അതിൻ്റെ പേരിൽ ഒരാൾ ഖേദിക്കേണ്ടി വരാണ്. അതേസമയം ഒരാൾ ആ ശരീര താല്പര്യങ്ങൾ അല്ലെങ്കിൽ ദേഹേച്ഛകൾ അല്ലെങ്കിൽ പിശാചിൻ്റെ വസ്വാസുകളുമായിട്ടെല്ലാം മല്ലിട്ട് അള്ളാഹുവിൻ്റെ ആ കൽപ്പനകൾ അനുസരിക്കാൻ അല്ലെങ്കിൽ അതിന് വഴിപ്പെടുന്ന സമയത്ത് അത് ഒരല്പനേരത്തെ സ്ട്രഗിളാണ്. അതേസമയം ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് ആനന്ദത്തിന് കാരണമായി തീരും എന്നുള്ളതാണ്. ഒരല്പസമയം ഇപ്പോൾ എന്തെങ്കിലും ഒരു നന്മ അത് ചെയ്യുന്ന സമയത്ത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ കാലങ്ങൾ കഴിഞ്ഞ് അതിനെ സംബന്ധിച്ച് ഓർക്കുന്ന സമയത്ത് അതൊരു സുഖമുള്ള ഓർമ്മയായിട്ട് അവിടെ അവശേഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു നേച്ചർ എന്നുള്ളത് ആ ശരീരത്തിൻ്റെ ആ വിളി കേൾക്കാൻ, അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ താല്പര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ പ്രലോഭനങ്ങളിലേക്ക് വീഴാൻ എളുപ്പമാണ്. അങ്ങോട്ടാണ് ഒഴുക്ക് അല്ലെങ്കിൽ അങ്ങോട്ടാണ് ഗ്രാവിറ്റി. നമ്മൾ അതിനെതിരെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതുമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വേണ്ടാത്തൊരു കാഴ്ചയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ണ് പോകും. അതേസമയം ആ കണ്ണ് താഴ്ത്താനാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒഴുക്കിൽ നീന്താൻ എളുപ്പമാണ്, ഒഴുക്കിനെതിരെ നീന്തി വേണം നമ്മൾ വിജയിക്കാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങളിൽ ആ ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് അശ്ശദീദുല്ലദീ യംലികു നഫ്സുഹു, അതായത് ആ ദേഷ്യം നിയന്ത്രിക്കുന്ന ആൾ. ദേഷ്യം എന്നുള്ളതല്ല, മറ്റേതൊരു വികാരത്തെയും ആ ദേഹേച്ഛകളെയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ അത്തരം വികാരങ്ങളുടെ ദേഹേച്ഛകളുടെ അടിമകളായി മാറാതെ നമ്മൾ യജമാനനായി അവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ എത്ര നിയന്ത്രിക്കുന്നോ അത്രയും അയാൾ ശക്തനായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം മോഡേൺ മോട്ടിവേഷൻ ക്ലാസ്സിലെല്ലാം അവർ സെൽഫ് കൺട്രോളിനെ സംബന്ധിച്ചും സെൽഫ് ഡിസിപ്ലിനെ സംബന്ധിച്ചെല്ലാം വാദോരം സംസാരിക്കാറുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളെല്ലാം ഈ മേഖലയിൽ കാണാൻ സാധിക്കും. അതെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു സങ്കല്പം തന്നെയാണ്. അത് ഭൗതിക മേഖലയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ മധുരം ഏതൊരാൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് കരുതി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയ ഭവിഷ്യത്ത് അയാൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഇതേ രൂപത്തിൽ
എല്ലാ കാര്യത്തിലും ഒരാൾ എത്ര നിയന്ത്രിക്കുന്നു അത്രയും അയാൾ ഡിസിപ്ലിനുള്ള ഒരാളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരാൾ എടുക്കുന്ന ആ സ്ട്രഗിള്, നിങ്ങൾ നഫ്സുമായിട്ട് നടത്തുന്ന ആ വലിയ സംഘട്ടനം, അത് മറ്റൊരാളും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അതിന് സാക്ഷിയാണ്. അപ്പോൾ വേണ്ടാത്ത കാഴ്ചകൾക്കെല്ലാം അടിമപ്പെട്ട ആളുകൾ അള്ളാഹിനെ മാത്രം ഭയന്ന് അതിൽ നിന്നും പിന്മാറാൻ അവരെടുക്കുന്ന ആ ത്യാഗം അത് അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളത്. അവൻ അലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അയാൾ നടത്തുന്ന ആ ഒരു ആത്മസംഘട്ടനം തീർച്ചയായിട്ടും അത് അള്ളാഹു അറിയുന്നുണ്ട്. അതിന് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിലും 7 തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം എല്ലാ അനുകൂല സാഹചര്യങ്ങൾ ലഭിച്ചിട്ടും അള്ളാഹിനെ മാത്രം ഭയന്ന് പിന്മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഹദീസ്, 3 ആളുകൾ ഗുഹയിലകപ്പെടുന്ന ആ ഹദീസിൽ മൂന്നാമനായിട്ടുള്ള വ്യക്തി പ്രാർത്ഥിക്കുന്നത് ആ വ്യഭിചാരത്തിൻ്റെ വക്കിലെത്തിയതിന് ശേഷം അള്ളാഹിനെ മാത്രം ഭയന്ന് പിന്മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കർമ്മം അത് ഏറ്റവും വമ്പിച്ച സൽക്കർമ്മമായിട്ടാണ് അള്ളാഹു അവിടെ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പം നിരന്തരം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കേണ്ടതായിട്ടുള്ള ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ സൂറത്തു നാസിആത്തിന്റെ 40-41 ആയത്തുകളിൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. അള്ളാഹുവിനെ ഭയന്ന്, അള്ളാഹുവിൻ്റെ ആ ഒരു മഖാം, ആ സ്ഥാനത്തെ ഭയന്ന് മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്നും വിലക്കി നിർത്തുന്ന ആളുകൾ, അവർക്ക് ഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവർക്കാണ് ആ ശാശ്വതമായിട്ടുള്ള ആ സ്വർഗീയ സങ്കേതമുള്ളത്. പരിശുദ്ധ ഖുർആനിൽ വീണ്ടും സൂറത്തു റഹ്മാനിലും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ അള്ളാഹു അവിടെയും ആവർത്തിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിലും പറഞ്ഞു, ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. നരകമെന്നുള്ളത് ആ ദേഹേച്ഛകളാൽ, പ്രലോഭനങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതാണ്. ഒരാൾ ആ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് ആ ശരീര താല്പര്യങ്ങൾക്കും പിശാചിന്റെ വസ്വാസിനെല്ലാം വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, പരിശുദ്ധ ഖുർആനിൽ അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, ആ രൂപത്തിൽ മൃഗസമാനമായിട്ട് ജീവിക്കുന്ന ആളുകൾ അവസാനം വന്നു ചേരാനുള്ള സങ്കേതം അന്നാർ. അതേസമയം ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, ആ സ്വർഗം എന്നുള്ളത് അത് പ്രയാസങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതാണ്. അത് ഒഴുക്കിനൊപ്പിച്ചുള്ള നീന്തലല്ല, മറിച്ച് ഒഴുക്കിനെതിരെ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ശരീര താല്പര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ദേഹേച്ഛകൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് നിലകൊള്ളേണ്ടതുണ്ട്. അതിനെടുക്കുന്ന ആ ത്യാഗം, അതിന് തീർച്ചയായിട്ടും അള്ളാഹു വമ്പിച്ച പ്രതിഫലമാണ് നൽകുക. അപ്പോൾ ഇത്തരം ദൗർബല്യങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾ, അതല്ലെങ്കിൽ ആ ഇരുണ്ട പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ചെയ്തു പോയ ആളുകൾ വീണ്ടും വീണ്ടും പിശാച് നൽകുന്ന ആ ട്രാപ്പിൽ വീഴാതെ പ്രതീക്ഷയോടുകൂടി അവരുടെ മുമ്പിൽ അള്ളാഹു ആ പാപമോചനത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെച്ച് അവരെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാ തഖനതു മിർ റഹ്മത്തില്ല. അതേസമയം ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവരതിൽ നിന്നും പിന്മാറാൻ ഉള്ള ഒരു കരുത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് കൈ ഉയർത്തുക. സൂറത്ത് യൂസുഫിൻ്റെ 33-34 ആയത്തുകളിൽ ആ ഒരു പ്രാർത്ഥനയും അള്ളാഹു നൽകുന്ന സഹായവും കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ അള്ളാഹുവിനെ അല്ലെങ്കിൽ അവൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്നതോടുകൂടെ വഅതസിമു ബിഹബിലില്ല, അതോടുകൂടെ അയാളുടെ ആ ദൗർബല്യങ്ങൾക്കെതിരെ പോരാടാനുള്ള ഒരു കരുത്ത് അള്ളാഹു അയാൾക്ക് നൽകും എന്നുള്ളതാണ്. അള്ളാഹുവിൽ എത്ര മുറുകെ പിടിക്കുന്ന അത്രയും പിശാചിൻ്റെ പിടുത്തം അവിടെ ലൂസാവും എന്നുള്ളതാണ്. അതേസമയം ഒരാൾ അള്ളാഹുവിലുള്ള പിടുത്തം വിടുന്നതോടുകൂടെ സൂറത്തുൽ ഹജ്ജിൻ്റെ 31-ാമത്തെ വചനത്തിൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അയാൾ ആകാശത്ത് നിന്നും വീണവനെ പോലെയാണ്. പക്ഷികളൊരു ഭാഗത്തേക്ക് റാഞ്ചി കൊണ്ടുപോകും, കാറ്റ് മറ്റെവിടെയോ കൊണ്ടുപോയിടും. അപ്പോൾ ആ ദേഹേച്ഛകൾക്കും വസ്വാസുകൾക്കെല്ലാം അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർ പോലും അറിയാതെ അവരെ റാഞ്ചി ഒരു സൈറ്റിൽ നിന്നും അടുത്ത സൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡ്രഗിൽ നിന്നും അടുത്ത ഡ്രഗിലേക്ക്, അവസാനം വ്യഭിചാരത്തിലേക്കെല്ലാം എത്തിയതിന് ശേഷം അവരെന്നെ ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, എന്നെ ആരാണ് ഇവിടെ കൊണ്ടുപോയിട്ടത്. ആ രൂപത്തിൽ അവർ ലക്ഷ്യബോധമില്ലാതെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ബർസീസയുമായി ബന്ധപ്പെട്ട സംഭവമെല്ലാം ഇവിടെ ചേർത്ത് വെക്കുക. അള്ളാഹു ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള തെറ്റുകളിൽ നിന്നും നമ്മളേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആമീൻ. ദൗർഭാഗ്യവശാൽ അതിൽ അടിമപ്പെട്ട, അതല്ലെങ്കിൽ വേണ്ടാത്ത കാഴ്ചകൾക്കും മറ്റും അടിമപ്പെട്ട ആളുകൾ, അവരതിൽ നിന്നും മോചനം നേടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ, അവർക്ക് അതുമായിട്ട് മല്ലിടാനുള്ള ഒരു ഉൾക്കരുത്ത് നൽകി അവരേവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ആമീൻ. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ഭാഗത്ത് ആ സൂറത്ത് നൂറിൻ്റെ തഫ്സീർ, മുഴുനീള തഫ്സീർ എടുക്കാനായിരുന്നു. പക്ഷേ നമുക്കറിയാം ഒരുപാട് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തന്നെ ഈ രൂപത്തിൽ വിശദീകരിക്കേണ്ടി വന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്ത് ആ സൂറത്ത് നൂറിൻ്റെ തഫ്സീറിലേക്ക് നമ്മൾ നേരിട്ട് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ ആ ഭാഗം പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ച് വേണം അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെയും ആ ചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.